ഹലോ ഗെയ്സ്, നമ്മളുടെ പിച്ച് വീൽസ് ഇവൻ്റ് തീരാൻ പോവാണ്. സോ നമ്മളുടെ അടുത്ത് എന്തായാലും കുറച്ച് ഇപ്പോൾ 800 ഷാർഡുണ്ട്. 1000 ഷാർഡിനുള്ള നമുക്ക് പ്ലേയേഴ്സ് ഉണ്ട്. ഇനിയൊരു 200 ഷാർഡിന് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട്. സോ നമുക്ക് എന്തായാലും എക്സ്ചേഞ്ച് ചെയ്യാം, എന്നിട്ട് 1000 ഷാർഡാക്കാം. 1000 ഷാർഡാക്കിയതിന് ശേഷം നമ്മളൊരു പ്ലെയറിനെ എടുക്കുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ പറഞ്ഞു തരുന്നതായിരിക്കും ഗെയ്സ്. ഏറ്റവും നല്ലൊരു കാർഡ് ഏതാണെന്ന് പറഞ്ഞു തരികയും നമുക്ക് ഇന്നലെ അൽഡാസ്രീനെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ടീം ഓഫ് ദ സീസണാണ് വരുന്നത്. നിങ്ങൾ ഇനി ഈ ഇവൻറ്റിൽ ജെമ്മ് പൊട്ടിച്ച് കളയണ്ട. കാരണം ടീം ഓഫ് ദി സീസണിൽ എന്തായാലും നിങ്ങൾക്ക് ജെമ്മിൻ്റെ ആവശ്യം ഉണ്ടാവും. സോ വെറുതെ ഇപ്പോഴേ ജെമ്മ് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ നിങ്ങൾ എന്തായാലും റിഗ്രറ്റ് ചെയ്യും. സോ നമുക്ക് നോക്കാം. എന്തായാലും കുറച്ചുകൂടി പ്ലേയേഴ്സ് ഉണ്ട് കേസ് നമ്മളെടുക്കാം. കുഴപ്പമില്ലാത്ത രീതിയിൽ പ്ലേയേഴ്സ് ഉണ്ട്. എന്നാലും ബെല്ലിഹാമിനെ എക്സ്ചേഞ്ച് ചെയ്യില്ല. കാരണം ആ 4 കാർഡ് ഞാൻ എടുത്തു വെക്കുന്നതായിരിക്കും എന്തായാലും. കാരണം അത് വെറൈറ്റി കാർഡുകളാണല്ലോ, 4 ഇതിലാണല്ലോ ഉള്ളത്. അതുകൊണ്ട് എന്തായാലും അത് എടുത്തു വെക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ആരാണ് ക്ലെയിം ചെയ്യുന്നുള്ള എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. നമ്മൾ 1000 ഷാർഡാക്കിയിട്ട് വരാം ഗീസ്. സോ ഗീസ് നമ്മളെന്തായാലും 1000 ഷാർഡാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ക്ലാസിക് സെക്ഷനിലോട്ട് പോവാം. ക്ലാസിക് സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളെ സിഡാൻ, പിർലോ, റൂയി കോസ്റ്റ, സ്കെമ്മിഗൽ, നെസ്റ്റ, ഓഡേഗാർഡ് ഇഷ്ടം പോലെ ഉണ്ട്. പെഡ്രോ, സിഡാൻ്റെ കട കിടിലാണ്. ബട്ട് 1500 ടോക്കൺ വേണം, ഷാർഡ് വേണം. സോ എന്തായാലും എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ സ്കെമ്മിഗലിൻ്റെ കട ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും കിടിലൻ കാർഡാണ്. നമുക്കൊരു ഗോൾ കീപ്പർ ആവശ്യമുണ്ട്. എന്തായാലും നമുക്കിനി എന്തായാലും റോക്ക് സെക്ഷനിലോട്ട് പോവാം. ഇവിടെ ഇത്രയും കിടിലങ്ങളാണ്. ഇതിനകത്തുനിന്ന് ഞാൻ ഒരാളെടുക്കാൻ ചോദിച്ചാൽ ഞാൻ എന്തുകൊണ്ടും നെസ്റ്റയോ സ്കെമ്മിഗലിനെയോ പറയും. കാരണം നിങ്ങൾക്ക് എടുക്കാൻ ഏറ്റവും കൂടുതൽ അങ്ങനെ അതായിരിക്കും. പിന്നെ റോക്ക് സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ നമ്മളെ ഡേവിസ് ഉണ്ട്, സ്റ്റാം ഉണ്ട്, ബെസ്റ്റ് ഉണ്ട്, കിടിലം കാർഡുകൾ വേറെ ഉണ്ട്. ഇതിനകത്തുനിന്ന് എന്തായാലും ഗെയ്സ് നിങ്ങൾ സ്റ്റാമിനെ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കുക ഗെയ്സ്. കാരണം അത്രയ്ക്കും കിടിലൻ കാർഡാണ്. നമ്മൾ നെസ്റ്റേനെ വെച്ച് നോക്കുമ്പം സ്റ്റാമാണ് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും ബെറ്റർ എന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ജോർജ് ബെസ്റ്റ് കിടിലൻ കാർഡാണ്, അത് വേണമെങ്കിൽ എടുക്കാം. 1000 ഷാർഡേ ഉള്ളൂ. പിന്നെ നമ്മളെ ജാസ് സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ നമ്മളെ വിൻസെൻ്റ് കോമ്പനി, എഡ്വേർഡിൻ്റെ കാർഡൊക്കെ സീനാണ് ഗെയ്സ്. ഞാൻ നോക്കുവാണെങ്കിൽ സ്റ്റാമും എഡ്വേർഡും നമ്മളുടെ പരിഗണനയിലുണ്ട്. ബോബി ചാൾട്ടൺ. സോ എന്തായാലും ഡിബാലേൻ്റെ കാർഡ് കുഴപ്പമില്ലായിരിക്കും, എനിക്കറിയില്ല ഡിബാലേൻ്റെ കാർഡ്. എന്തായാലും വിൻസെൻ്റ് കോമ്പനീനെ കാട്ടും കിട്ടില്ല കാർഡാണ് ഈ. നമുക്ക് 200 ഷാർഡ് നഷ്ടം വരില്ല എന്തായാലും നമ്മൾ സ്റ്റാമിന എടുത്താൽ. നെഡ്വേർഡിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിലും കിടലാണ്. വിങ്ങേഴ്സ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നെഡ്വേർഡ്, ഇല്ലെങ്കിൽ നമ്മളുടെ ബെസ്റ്റ് കേസ്, അത് രണ്ടും കിടില ഓപ്ഷൻ ആയിരിക്കും. പിന്നെ നമ്മളെ പുതിയ സെക്ഷൻ ഹിപ്പ് ഹോപ്പ്, പുതിയ സെക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. ആൻ്റണിയൊക്കെ ഉണ്ടല്ലോ കേസ്, കുറേ പേര് എടുക്കുന്നുണ്ടാവും. ഞാൻ എന്തായാലും എടുക്കുന്നില്ല. ബോബി ചാൾട്ടൻ്റെ കാർഡൊക്കെ സീനാണ്. ബട്ട് ഷാർഡിച്ച് കൂടുതലാണ് കേസ്, കാര്യം പറയാമല്ലോ. എൻ്റെ അടുത്ത് ഓൾറെഡി മറഡോണയുണ്ട്, അതുകൊണ്ട് ബോബി ചാൾട്ടൻ്റെ ആവശ്യമില്ല. സണ്ണിൻ്റെ കാർഡ് എന്താ പറയുക, കിടിലൻ കാർഡാണ്. നമ്മൾ ഓൾറെഡി ചങ്ങായിനെ പാക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും. പിന്നെ നമ്മൾ സെക്കൻഡ് അക്കൗണ്ടിൽ, ഈ അക്കൗണ്ടിലല്ല. പിന്നെ പാർക്ക് ജി സംഗിൻ്റെ കാർഡ് കുഴപ്പമില്ല. ഒരു സെൻറ്റർ മിഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തുകൊണ്ടും സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. 800 ഷാർഡല്ലേ ഉള്ളൂ. പിന്നെ സ്ട്രൈക്കർ വേണമെന്നുണ്ടെങ്കിൽ ഫെർണാണ്ടോ ടോറസിന് എടുത്തോ. എൻ്റെ അടുത്ത് ഇപ്പോൾ കരസ്കേലി ഉള്ളതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. പിന്നെ കമവിങ്കേൻ്റെ കാർഡുണ്ട്, അതുപോലെ തന്നെ ഫോഡൻ, പിന്നെ നമ്മളെ ഗോട്ട് ആൻ്റണി കേസ്. എടുക്കുന്നുണ്ടെങ്കിൽ ചെങ്ങനെ നിങ്ങൾക്ക് ഷാർഡ് കൂടുതലുണ്ടെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യുന്നില്ല പുള്ളീനെ. കറൻ്റ്ലി കേസ് എനിക്കൊരു GK ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ എന്തായാലും സ്കെമ്മിഗലിന് എടുക്കാൻ പോവാണ്. അതുകൊണ്ടാണ് കേസ്, GK ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് സ്കെമ്മിഗലിന് എടുക്കാൻ പോകുന്നത്. നമുക്കിനിയും കുറേ പൊസിഷൻസ് വേണം. ലെഫ്റ്റ് ബാക്ക്, അതുപോലെ തന്നെ സെൻറ്റർ ബാക്ക് എന്തായാലും നമ്മുടെ ടീം ഓഫ് ദി സീസണിൽ കുറേ ഉണ്ടാവും. അതുകൊണ്ട് അതിനെക്കൊണ്ട് ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ലെഫ്റ്റ് ബാക്കിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മളെ UCLൻ്റെ കലഫൊരിയുടെ കാർഡുണ്ടല്ലോ, അത് എടുക്കുന്നതായിരിക്കും കേസ് അടുത്ത് തന്നെ. പിന്നെ നമുക്ക് നോക്കാം എന്തായാലും വോക്കൗട്ട് കാണാം. ഡെൻമാർക്ക് ഗോൾ കീപ്പർ ഐക്കോൺ, ദ വൺ ആൻഡ് ഓൺലി സ്കെമ്മിഗേൽ കേസ്. ഗോൾ കീപ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് സജസ്റ്റ് ചെയ്യും ഗൈസ്, കാരണം വേറെ നല്ല ഗോൾ കീപ്പേഴ്സ് ഒന്നും ഈ ഇവൻറ്റിലില്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് നമ്മളെ എമിലിയാനോ മാർട്ടിനസ് കാർഡാണ്. പുള്ളീൻ്റെ കാർഡ് എന്താ പറയുക, ഹെഡ് ടു ഹെഡിലൊക്കെ നല്ലോണം ഗോൾ വാങ്ങുന്നുണ്ട്, അതുകൊണ്ട് മാറ്റണം എന്ന് വെച്ചിരിക്കുകയായിരുന്നു.
സോ നമുക്ക് എന്തായാലും സ്കിമ്മിങ്ങിൽ കൊണ്ടുവരാം. ഒരു മൈനസ് വന്നിട്ടുണ്ട്, 110 കുഴപ്പമില്ല, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ മാറിക്കോളും. ആക്ച്വലി നമ്മളെ സബ്സ്റ്റിറ്റ്യൂഷനിലെ സ്ലോട്ടിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു പ്ലെയറെങ്കിലും കൊണ്ടുവരാം, ഇപ്പോൾ ആരെയും കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. എന്തായാലും നമുക്ക് റാങ്ക് അപ്പ് ചെയ്യാം. ഫസ്റ്റൊക്കെ എന്തായാലും സക്സസ് ആയിരിക്കും. നിങ്ങളെന്താ ആരെയാണ് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും സ്കിമ്മിങ്ങിൽ എടുത്ത് ഇപ്പോൾ റാങ്ക് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറ്റാക്കിംഗ് ഓപ്ഷൻ ആണെങ്കിൽ എന്തുകൊണ്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരാൾ നെഡ്വെഡും, മിഡിലോട്ടാണെങ്കിൽ ഒന്നെങ്കിൽ സിഡാൻ അല്ലെങ്കിൽ ചാൾട്ടൺ, അതും അല്ലെങ്കിൽ പാർക്ക് ജി സംഗ് ഗൈസ്. പിന്നെ ബാക്കിലോട്ട് എന്തായാലും നമ്മളെ സെൻറ്റർ ബാക്കായിട്ട് സ്റ്റാമും പിന്നെ ലെഫ്റ്റ് ബാക്കായിട്ട് നമ്മളെ അൽഫോൺസോ ഡേവിസിനെ കാണും ഗൈസ്. ആദ്യമായിട്ടാണ് നമ്മളെ ചാനലാണെന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്തേക്കാം. നമുക്ക് എന്തായാലും ഇതുകൂടി കൊടുക്കാം ഗൈസ്. ഞാൻ എന്തായാലും ജമ്മ് കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, എത്രയാവോ ആവും. അപ്പം ശരി ഗൈസ്.